2000-ൽ ഞാൻ ചേലക്കര CIയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ജോലി ചെയ്തു വരുന്ന കാലത്താണ് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ വരവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മൈമൂന എന്ന് പറഞ്ഞ ഒരു സ്ത്രീ കൊല്ലപ്പെടുന്നത്. അവരെ കൊല്ലുന്നത് ഭർത്താവിൻ്റെ പിതാവായ മമ്മിക്കുട്ടി എന്ന് പറഞ്ഞ ആളാണ്. അത് മറ്റു കാരണങ്ങളൊന്നുമില്ല. ഭാര്യ അല്ലെങ്കിൽ മരുമകൾ പ്രായം കൂടുതലാണെന്നും അയാളുടെ മമ്മിക്കുട്ടിയുടെ മകനെ അബ്ദുൽ ഖാദറിനെ ഭാര്യയുടെ വീട്ടുകാർ കൈവശപ്പെടുത്തിയിരിക്കുകയാണെന്നുള്ള ധാരണയുടെ മുകളിലാണ് ഈ നിഷ്ഠൂരമായ കൊലപാതകം ചെയ്യുന്നത്. ആ കൊലപാതകത്തിന് തൊട്ട് മുമ്പ് മമ്മിക്കുട്ടിയുടെ മമ്മിക്കുട്ടിയുടെ ഭാര്യനെയും അതേമാതിരിക്ക് പേരക്കുട്ടിനെയും കൂടി പുറത്തേക്ക് വേറൊരു വീട്ടിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷമാണ് കൊലപാതകം നടത്തുന്നത്. മരുമകളെ വിളിച്ച് മോളെ മൈമൂന അവിടെ വാ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അന്ന് മുൻകൂട്ടി കരുതിയിരുന്ന ഒരു വലിയ വെട്ടുകത്തി ഉപയോഗിച്ചിട്ട് മൈമൂനനെ തലങ്ങും വിലങ്ങും വെട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ വെട്ടിക്കൊന്ന് അവിടെ ഇടുന്നു. കൊലപാതകം നടത്തി വിവരം അറിഞ്ഞ് നാട്ടുകാരൊക്കെ ഓടിക്കൂടി വന്ന് ഈ കുട്ടീനെ ആശുപത്രിയിൽ കൊണ്ടുപോയി വടക്കാഞ്ചേരി ഡിവൈൻ ആശുപത്രിയിൽ വെച്ചിട്ടായിരുന്നു ഇൻക്വസ്റ്റിലൊക്കെ ഞാൻ നേരിട്ട് പങ്കെടുത്ത ആളാണ്. ഇപ്പോൾ അതിൻ്റെ ബോഡിയുടെ ഒരു പാർട്സ് കുറച്ച് ഭാഗങ്ങൾ വീടിനകത്തും കിടന്നിരുന്നു. അത്രയും നിഷ്ഠൂരമായിട്ടാണ് ആ കൊലപാതകം നടത്തിയത്. എന്നിട്ട് വീട്ടിൽ വെച്ചൊരു ഇൻക്വസ്റ്റും ഹോസ്പിറ്റലിൽ വെച്ച് മറ്റൊരു ഇൻക്വസ്റ്റൊക്കെ നടത്തിയിട്ടാണ് ഈ ബോഡി നമ്മൾ ഇൻക്വസ്റ്റ് നടത്തി കേസിൻ്റെ അന്വേഷണം നടത്തിയിട്ടുള്ളത്. ആ കേസിൽ മമ്മിക്കുട്ടിയെ ട്രയൽ കോടതി ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുത്തു തൂക്കി കൊല്ലാൻ വിധിച്ചു. അതിനുശേഷം ഹൈക്കോടതി അതിന് 30 വർഷമോ ലൈഫ് ടൈമൊക്കെ ജീവപര്യന്തം തടവ് കൊടുക്കുകയുണ്ടായി. മമ്മിക്കുട്ടി ഇപ്പോഴും അന്ന് 70 വയസ്സുള്ള മമ്മിക്കുട്ടി ഇപ്പോഴും ജയിലിലുള്ളതായിട്ടാണ് എൻ്റെ ഒരു അറിവ്. ഈ കേസിൽ ഒന്നാം പ്രതി ഈ മൈമൂന പറഞ്ഞ സ്ത്രീയെ വെട്ടിക്കൊലപ്പെടുത്തിയതിന് ശേഷം ആ കേസ് ശിക്ഷിക്കലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായും അതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുന്ന സമയത്ത് ഈ കേസിൽ 498A IPC കൂടി ചേർത്തു. എന്ന് പറഞ്ഞാൽ സ്ത്രീധന പീഡനം എന്നുള്ള വകുപ്പും കൂടി കൂട്ടിച്ചേർത്തു. അതാണ് ഈ കേസിൽ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം മറ്റതൊക്കെ സാധാരണ പ്രതി ആരെന്ന് അറിയുന്ന ഒരു കേസാണ്. കുറ്റകൃത്യം ചെയ്ത ആളെ അറിയാം, മറ്റെല്ലാം അറിയാം. പക്ഷേ ഈ കേസിൽ 498A IPC കൂടി ചേർത്ത് ഇത് ഈ കേസിലെ കൊല്ലപ്പെട്ട സ്ത്രീയുടെ മൈമൂനൻ്റെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ ഉമ്മയെയും പ്രതി ചേർത്തു. അപ്പോൾ മൈമൂനാക്കൊരു കുട്ടിയുണ്ട്. ഭർത്താവിനെയും ഭർത്താവിൻ്റെ ഉമ്മയെയും പ്രതി ചേർത്ത് കേസ് കുറ്റപത്രം സമർപ്പിച്ചു. ആ പ്രതി ചേർക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഈ ഭർത്താവും ഭർത്താവിൻ്റെ ഉമ്മയും ഈ കുട്ടിയായിട്ട് നാട്ടിൽ നിന്ന് എസ്കേപ്പാണ്, രക്ഷപ്പെടുകയാണ്. പിന്നെ അവരെവിടേക്ക് പോയി എന്നറിയില്ല. പിന്നെ അവരങ്ങനെ ഒളിവ് ജീവിതം നയിക്കുകയാണ്. എവിടെയാണെന്ന് യാതൊരു പിടിയില്ല. പലപ്പോഴും ആരോട് ചോദിച്ചാലും ആർക്കും ആ നാട്ടിലെ ബന്ധുക്കൾക്കോ ആർക്കും ഒരു വിവരവുമില്ല. പിന്നെ അത് കോടതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പല കേസുകളിലും പറഞ്ഞ പോലെ LPI ലോങ് പെൻഡിങ് ട്രയൽ അങ്ങനെ ആയി. പിടികിട്ടാപ്പുള്ളികളായിട്ട് കോടതി പ്രഖ്യാപിച്ചു. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. അപ്പോൾ ചിലർ ഇൻഫർമേഷൻ ഞാൻ പലപ്പോഴും അന്വേഷിച്ച് പോകുമ്പോഴും യാതൊരു ഐഡിയയും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഇല്ല. പക്ഷേ ചെറിയൊരു ഇൻഫർമേഷൻ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ദ്വീപിലുണ്ട്, ലക്ഷദ്വീപിൽ ഇവർ താമസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ പോയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ എനിക്ക് സംശയം തോന്നി, ലക്ഷദ്വീപിൽ അങ്ങനെ സ്ഥിരമായി താമസിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനത്തെ സ്ഥലമല്ലേ. പക്ഷേ ലക്ഷദ്വീപിലുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷനാണ്. പക്ഷേ അത്ര സാധൂകരിക്കുന്ന ഇൻഫർമേഷനും അല്ലായിരുന്നു. എന്നാലും ഞാൻ ഈ അന്വേഷണം നിർത്തിയില്ല. കാരണം ഈ LP എന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്ക്വാഡുകാരോട് അന്വേഷിക്കാൻ പറയുന്ന LP. ഇപ്പോൾ ഓരോ സ്റ്റേഷൻ അതിർത്തിയിലും LP ലിസ്റ്റ് ഉണ്ടാവും. LP ലിസ്റ്റ് പെൻഡിങ് ട്രയൽ ലിസ്റ്റാണത്. അപ്പോൾ LP കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ കണ്ടെത്തുക, അവരെ പിടികൂടുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ്. അതിൽ ഞാനൊക്കെ അതെങ്ങനെ ഏറ്റെടുക്കുന്നത് ഈ മർഡർ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗ്രാവിറ്റിയുള്ള കേസുകളുമായി ബന്ധപ്പെട്ടുള്ള LPകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പോൾ അതൊക്കെ ലിസ്റ്റ് നമ്മളെപ്പോഴും ഓരോ ഭാഗത്തേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടാവും. കാരണം എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ പിടിക്കാനും അല്ലെങ്കിൽ അന്വേഷിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിൽ LP ലിസ്റ്റ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ പ്രകാരം ഇവരെങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാതൊരു ഐഡിയയില്ല. ഒരു ദിവസം അതേമാതിരിക്കും ഇവരുടെ മകൾ ഈ കുമരപ്പനാല് ഭാഗത്ത് എവിടെയോ ഒരു മകളുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടി. ഈ ഭർത്താവിൻ്റെ അനുജത്തി ഉണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടി. അങ്ങനെ ഒരു ദിവസം വേഷപ്രശ്നമായിട്ട് ഇങ്ങനെ കളക്ടറേറ്റിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഞാനൊരു വനിതാ പോലീസും കൂടി മെല്ലെ ഫയലൊക്കെ പിടിച്ച് കളക്ടറേറ്റിൽ നിന്ന് വരുന്ന പോലെ ഒരു മറ്റേ റെഡ് ഫയലൊക്കെ പിടിച്ച് അതുപോലെ ജീപ്പിൽ നിന്നൊക്കെ വന്നിറങ്ങിയിട്ട് അവിടെ ആ കുട്ടിയുടെ അടുത്ത് പോയി കാര്യമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ഇത്ര വർഷം കഴിഞ്ഞിട്ടുള്ള ആളുകളെ റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഉത്തരവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച്, അപ്പോൾ നമ്പറും കിട്ടാൻ യാതൊരു മാർഗ്ഗവുമില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു സംശയം നൽകാത്ത വിധത്തിൽ സംസാരിച്ചതിന് ശേഷം
അപ്പോൾ ആ കുട്ടിയുടെ വായന ഇത് വന്നു, അത് ഞങ്ങൾക്കറിയില്ല, ഇന്ന ഭാഗത്ത് ഇന്ന ആളുകൾക്ക് അറിയുള്ളൂ, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് ആ കുട്ടി ഇങ്ങനെ പറയുകയും ചെയ്തു. എന്നാൽ കുട്ടിയുടെ നമ്പറും ഞങ്ങൾക്ക് കിട്ടി. അതുപോലെ തന്നെ അല്ല കുട്ടിയുടെ നമ്പറും കിട്ടി. അതുപോലെ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഇന്ന ആൾക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞ ആ ഒരു ഉസ്താദാണ്, അയാളുടെ നമ്പറൊക്കെ കിട്ടി. ഉസ്താദ് പറഞ്ഞ പള്ളിയിലത്തെ വഴി ബന്ധപ്പെട്ട് ഉള്ള ആളാണ്. ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ കോൾ ഡീറ്റെയിൽസൊക്കെ എടുത്ത് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇതിലേക്ക് മറ്റേ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നൊക്കെ കോളുകൾ വരുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി അത് പിതാവിൻ്റെയാണെന്ന് പറഞ്ഞു മനസ്സിലായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില വേറെ 1-2 നമ്പറുകളൊക്കെ വെരിഫൈ ചെയ്തപ്പോൾ ഈ സഹോദരൻ്റെ ഒരു നമ്പർ കിട്ടി 14 വർഷത്തിന് ശേഷം 2014. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്തപ്പോൾ അത് കർണാടകത്തിലുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ കേരളത്തിൻ്റെ ബോർഡറിൽ കർണാടക ഭാഗത്തുള്ള ഒരു സ്ഥലത്തായിരുന്നു. ഒരു ദിവസം ഞാനും സ്ക്വാഡിലുള്ള സന്തോഷ് ഹബീബൊക്കെ പോയി ഈ ലൊക്കേഷൻ, ഈ നമ്പറിൻ്റെ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് അവിടെ ചെന്നു. അതൊരു പള്ളിയാണ്. അപ്പോൾ ഇയാൾ ഈ പള്ളിയിലത്തെ ഒരു മുസ്ലിയാരാണ് ഇയാൾ. അപ്പോൾ അവിടെ ചെന്ന് അന്വേഷിച്ച് വന്ന് നോക്കിയപ്പോൾ ഈ പള്ളിയിലെ മുസ്ലിയാരാണ്. ഇയാൾ അതിനകത്തുണ്ട്, അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ഇത്. ഞങ്ങൾ പള്ളിയിൽ ചെന്നിട്ട് മുട്ടി വിളിച്ചു. ഇയാൾ പുറത്തേക്ക് വരാൻ പേടിയായിട്ട് വിളിക്കുന്നില്ല. കാരണം ആരാണോ പാതിര നേരത്ത് ഈ കേസിൻ്റെ അയാൾ മറന്നു പോയിരിക്കുന്നു പറഞ്ഞ പോലെയാണ്. 14 വർഷം കഴിഞ്ഞില്ലേ. എന്തായാലും അയാൾ ഒരുവിധം തുറന്നു, പോലീസാണെന്ന് പറഞ്ഞു, കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അതിനുശേഷം തുറന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളിങ്ങനെ തൃശ്ശൂരിൽ നിന്നാണ്, നിങ്ങളിങ്ങനെ കേസിൽ പ്രതിയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, അതിന് വേണ്ടി വന്നതാണ് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവളെ അവിടെ വേറെ കല്യാണമൊക്കെ കഴിച്ച് അതിലൊന്ന് 2 മക്കളൊക്കെ ആയി. ഈ കുട്ടിക്ക് ആദ്യം ഉണ്ടായിരുന്ന കുട്ടിക്ക് 10-20 വയസ്സിൻ്റെ അടുത്തൊക്കെ ആയി തോന്നുന്നുണ്ടെന്ന്, 15 വയസ്സോ 20 വയസ്സോ 10-20 വയസ്സൊക്കെ ആയി തോന്നുന്നുണ്ട്. അങ്ങനെ ആ കുട്ടിയൊക്കെ വലുതായി. ഉമ്മ അവരുടെ കൂടെ തന്നെ ഉണ്ട്. കുറേ കാലങ്ങളായിട്ട് ഈ കർണാടകത്തിൽ താമസിച്ച് വരികയാണ്, യാതൊരു ദൂരമാണ്. അങ്ങനെ 14 വർഷത്തിന് ശേഷം അയാളെ ഞങ്ങൾ പിടികൂടി വന്നപ്പോൾ അയാൾ ഭയങ്കര കരച്ചിലാണ്. അത് കാരണം അയാൾക്ക് ഈ കൊലപാതകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് അയാളുടെ ഉപ്പാടെ സംശയത്തിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ഉപ്പ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. കൊലപാതകവുമായിട്ട് അതുമായിരിക്കും ഇവൻ്റെ ഉമ്മയ്ക്കും യാതൊരു ബന്ധവുമില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്ത്രീധനത്തിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാകുന്ന പ്രശ്നമാണ്. ജനസമ്മർദ്ദം കാര്യങ്ങളൊക്കെ ഉണ്ടായി. അന്ന് ഈ കൊല്ലപ്പെട്ടതിൽ ഭയങ്കര വിഷമം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഈ 498 കേസൊക്കെ സെക്ഷനൊക്കെ പിന്നീട് ആഡ് ചെയ്തത്. എന്തായാലും ഞങ്ങൾ അയാളെയും കൂട്ടി അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ അവർ താമസിക്കുന്ന സ്ഥലത്ത് വന്നു. അവിടെ വന്നിട്ട് ഉമ്മാനി എടുത്തു. ഒരു വനിതാ പോലീസിൻ്റെ സഹായത്തോടെ ഉമ്മാനി എടുത്തു നേരെ ട്രെയിനിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. പിന്നെ ട്രെയിനിൽ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വിലങ്ങ് വയ്ക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി കൊണ്ടുവരല്ലേ, ഇവർ എസ്കേപ്പ് ആവുമെന്നുള്ള പേടിയുണ്ടല്ല. ട്രെയിനിൽ കൊണ്ടുവരുമ്പോൾ ചാടിയാലോ അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൽ മടുപ്പ് വന്ന് ആത്മഹത്യ ശ്രമം നടത്തി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാലോ എന്ന് കരുതിയിട്ട് അന്ന് അതിനെ ഞാൻ ഒരു വിലങ്ങ് വയ്ക്കേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടായി. അതൊരു ഭയങ്കര ഒരു വിഷമമായി തോന്നി. അയാൾ ഒരു എന്താ പറയുക, ഒരു ആത്മീയ നേതാവൊക്കെ ആയിട്ടിരിക്കുന്നതല്ലേ. അയാൾക്ക് ഈ കൊലപാതകത്തിലൊന്നും പ്രത്യേകിച്ച് നേരിട്ട് ബന്ധമല്ല. എന്തായാലും ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കി. കോടതി റിമാൻഡ് ചെയ്തു. ഉമ്മയും മാനെയും റിമാൻഡ് ചെയ്തു. പിന്നീട് അവർക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചു. ആ കേസ് ട്രയലിൽ വന്നു. ട്രയലിൽ വന്നതിന് ശേഷം ആ കുട്ടികളെ അവർ രണ്ടുപേരും വെറുതെ വിട്ടതായിട്ടാണ് ഞാൻ അറിയുന്നത്. അക്കീറ്റ് ചെയ്തു, വെറുതെ അങ്ങനെ വിട്ടതായിട്ടാണ് അറിയുന്നത്. അതാണ് ആ കേസിൻ്റെ അന്ത്യം ഉണ്ടായത്. പക്ഷേ അവരെ അറസ്റ്റ് ചെയ്തതും 14 വർഷത്തിന് ശേഷം കണ്ടെത്തിയതും എനിക്ക് എൻ്റെ സർവീസിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവമാണത്. കാരണം അവരങ്ങനെ ജീവിച്ചു വരികയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ അവരുടെ ആദ്യത്തെ ഭാര്യ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ആ മരണവുമായി ബന്ധപ്പെട്ട് പേർക്ക് യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം ഉണ്ടായിരുന്നത് ഈ കാര്യത്തിൽ. അതാണ് അങ്ങനെ ഒരു സംഭവം എന്നെ വല്ലാതെ അലട്ടിയ ഒരു സംഭവം ഉണ്ടായത്. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99954422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഞാൻ 2009 കാലഘട്ടത്തിൽ ചേലക്കര സർക്കിൾ ഇൻസ്പെക്ടറുടെ പ്രത്യേക അന്വേഷണത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുപ്രസിദ്ധ കുറ്റവാളി, മോഷ്ടാവ് കണ്ണമ്പ്ര സുലൈമാൻ എന്ന് പറഞ്ഞാൽ കുപ്രസിദ്ധ ഒരു കുറ്റവാളിയാണ്. അയാൾ DC ആണ്. വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷൻ്റെ DC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോസിയർ ക്രിമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലും മറ്റുള്ള ജില്ലകൾ അതിർത്തികളിലും മറ്റുള്ള ജില്ലകളിലൊക്കെ പോയി മോഷണം നടത്തുന്ന
അത്രയും വലിയ കുറ്റവാളി മോഷ്ടാവിനെയാണ് DC എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെയാണ് DC എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണമ്പ്ര സുലൈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ DC ആണ്. ഇദ്ദേഹം ഒറ്റപ്പാലം സബ് ജയിലിൽ നിന്ന് ജയിലിൽ ചാടി എന്നുള്ളൊരു വിവരം അറിയുന്നു. ഒറ്റപ്പാലം സബ് ജയിലിൽ നിന്ന് ജയിലിൽ ചാടി 2008-2009 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. ആ വിവരം ഞാൻ അന്നത്തെ എൻ്റെ സർക്കിൾ ഇൻസ്പെക്ടർ CI സാറ്, അന്ന് പ്രഭാകരൻ സാറാണ്. ഇപ്പോൾ ആൾ റിട്ടയർഡായി DYSP ഒക്കെ ആയിട്ട് റിട്ടയർഡായിട്ട് കൊല്ലംകാരനാണ്. അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നത്, സാർ ഇങ്ങനെ കണ്ണമ്പ്ര സുലൈമാൻ ജയിലിയാടിയെന്ന്. കണ്ണമ്പ്ര സുലൈമാൻ എന്ന് പറഞ്ഞാൽ പോലീസുകാർക്ക്, സ്ക്വാഡിലുള്ള പോലീസുകാർക്കൊക്കെ അറിയും കുറ്റവാളിയാണെന്നും ഭയങ്കര മോഷ്ടാവാണെന്നും. ഈ എല്ലാം മോഷ്ടിക്കുന്ന ആളാണ്. ചില മോഡസ് പ്രകാരം ചിലർ സ്വർണ്ണ പൈസ, ചിലർ അങ്ങനെയുള്ള പലതും മോഷ്ടിക്കുന്ന ആളുകൾ. അതുപോലെയല്ല മറ്റേ സുലൈമാൻ. അവൻ ഇലക്ട്രോണിക് ഐറ്റംസുകൾ അടക്കം വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും, സ്വർണം എല്ലാം മോഷണം നടത്തുന്ന ഒരാളാണ് കണ്ണമ്പ്ര സുലൈമാൻ. അപ്പോൾ ജയിലിൽ ചാടിയിട്ടുണ്ട് സാർ, ഒറ്റപ്പാലം ജയിലിൽ ചാടി എന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു ഇൻഫർമേഷൻ ഉണ്ട് സാർ. നമുക്ക് കുറേ ഇൻഫർമെൻറ്റുകളുണ്ടാവും, ഈ സ്ക്വാഡുകാർക്ക് അങ്ങനെ ഉണ്ട്, കുറേ ഇൻഫർമെൻറ്റുകളുണ്ടാവും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നമ്മൾ ഈ ഷൊർണൂർ കേന്ദ്രീകരിച്ച്, ഷൊർണൂരൊക്കെയാണല്ലോ നിങ്ങൾക്കറിയാലോ, ഷൊർണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജംഗ്ഷനാണ്. അപ്പോൾ അവിടെ എല്ലാ മോഷ്ടാക്കളും കള്ളന്മാരും ക്രിമിനൽസൊക്കെ അവിടെ വന്ന് ട്രെയിൻ ഇറങ്ങും. ഓരോ ഭാഗത്തു നിന്ന് കൃത്യകൃത്യം ചെയ്തവരവിടെ വന്ന് ട്രെയിൻ ഇറങ്ങിയ പരിസരത്ത് ബാറുകളുണ്ട്. പിന്നെ ഈ അനാശാസ്യ പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന കുറേ സ്ത്രീകളുണ്ട്. പിന്നെ പുഴയിൽ പോയി കുളിക്കാം, ഭക്ഷണം കഴിക്കാം, അങ്ങനെ എവിടെയെങ്കിലും മറ്റേ റെയിലുമായി ബന്ധപ്പെട്ട ഒളിത്താവളങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഈ ഷൊർണൂർ. അപ്പോൾ അവിടെയുള്ള ഇതേമാതിരിക്കുള്ള അനാശാസ്യ പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടുന്ന ചില സ്ത്രീകളുടെയൊക്കെ നമ്പറുകളൊക്കെ നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അവരായിട്ട് കോൺടാക്റ്റ് ഉണ്ടാവും. കാരണം ഈ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉള്ള പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഈ ചില കള്ളന്മാർ വരുമ്പോൾ ഈ സ്ത്രീകളുടെ അടുത്ത് വരും. അപ്പോൾ ഈ സ്ത്രീകളുടെ അടുത്ത് കള്ളന്മാർ വരുമ്പോൾ മറ്റേ സ്ത്രീകൾ നമുക്ക് ഇൻഫർമേഷൻ തരും, സാർ ഇന്നയാൾ വന്നിട്ടുണ്ട്, അവൻ്റെ കയ്യിൽ കുറേ മൊബൈലും കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇന്ന പൈസ ഉണ്ട്, അവൻ മറ്റേ ആൾ ഇന്ന സ്ത്രീകളൊപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട് ഇന്ന ഭാഗത്തേക്ക്, അങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളുടെയൊക്കെ നമ്പറുകളും അല്ലെങ്കിൽ അവരുമായിട്ട് കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ നമ്മുടെ അന്വേഷണ ഭാഗമായിട്ട് നമ്മൾ ശേഖരിച്ച് വയ്ക്കുന്നത്, നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലേ നമുക്ക് ഇൻഫർമേഷനുകളും കാര്യങ്ങളും കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആൾ ഇതുവരെ കണ്ണമ്പ്ര സുലൈമാൻ ജയിലിയാടി എന്നുള്ള വിവരം കിട്ടിയതിൻ്റെ ശേഷം നമുക്ക് ഇതുപോലെ ഒരു ദിവസം ഒരു ഇൻഫർമേഷൻ കിട്ടി. ഒരു ഷൊർണൂരിൽ നിന്ന് ഒരു സ്ത്രീ വിളിച്ചു, സാറേ കണ്ണമ്പ്ര സുലൈമാൻ എന്ന് പറഞ്ഞാൽ സുലൈമാൻ ഇന്ന പോലെ ചാടിയിട്ടുണ്ട്, തമിഴ്നാട്ടിലൊരു പെണ്ണുണ്ട്, അവന് അവിടേക്കാണ് പോയിരിക്കണമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കേട്ടോ സാറേ എന്ന് പറഞ്ഞിട്ടൊരു ഇൻഫർമേഷൻ. CAയോട് ഞാൻ ആ വിവരങ്ങളൊക്കെ പറഞ്ഞു, സാർ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ കടലൂർ ഭാഗത്ത് എവിടെയോ കൊണ്ടാണ് അവനൊരു പെണ്ണുമായി താമസിക്കുന്നതായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല, നമുക്ക് അന്വേഷിച്ച് പോകണോ സാർ. അപ്പോൾ സാർ പറഞ്ഞു വേണ്ട അഷ്റഫ്, നമുക്കത് ഇൻഫർമേഷൻ അതായത് ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുക്കൂ, നമുക്ക് കേസുകളൊന്നും ഇല്ലല്ലോ കാര്യങ്ങൾ, അപ്പോൾ നമുക്കിപ്പോൾ പോകണ്ട, പിന്നെ നമുക്കിവിടെ ഇഷ്ടംപോലെ പണികളുണ്ട്, ജോലിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ശരി ഓക്കെ സാർ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അങ്ങനെ അന്വേഷണത്തിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ക്വാഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം, കുറേ മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം, ഈ പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലുള്ള പാമ്പാടി പാലത്തിൻ്റെ ആ ഭാഗത്തു നിന്ന് ഒരു വീട്ടിൽ നിന്ന് മോഷണം നടക്കുന്നു. ഗ്രേ ക്രൈം എന്ന് പറയും, CI അന്വേഷിക്കേണ്ട ക്രൈമാണ്. ഗ്രേ ക്രൈം എന്ന് പറഞ്ഞാൽ ഇത്ര രൂപയ്ക്ക് മുകളിലുള്ള അല്ലെങ്കിൽ ഇത്ര രൂപയ്ക്ക് മുകളിലുള്ള പ്രോപ്പർട്ടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ CI അന്വേഷിക്കുക, CI ആൻഡ് എബോവ് അന്വേഷിക്കും. അപ്പോൾ അത്തരം ഗ്രേ ക്രൈമുകൾ വരുമ്പോൾ അന്ന് പഴയന്നൂർ സ്റ്റേഷൻ ചേലക്കര CIയുടെ കീഴിലാണ്. ചേലക്കര CIക്ക് അന്വേഷണം വന്നു പാമ്പാടി മോഷണ കേസിൻ്റെ. അത് ഞങ്ങൾ അന്വേഷണം നടത്തി, കുറേ പോയിട്ട് യാതൊരു വിവരമില്ല. വീടിൻ്റെ പുറകുവശത്തുള്ള ജനല പൊളിച്ചിട്ടാണ് അകത്ത് കടന്നിരിക്കുന്നത്. ചെറിയ വലിയ 2 നില ഓട്ട് വരെയാണ് അതിൻ്റെ പുറകുവശം, ഒരു ചെറിയ ജനലാണ്, അത് പൊളിച്ചിട്ടാണ് അകത്ത് കടന്നിരുന്നത്. പക്ഷേ അതിലൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അകത്ത് കടന്നിട്ട് അലമാറയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണ് എടുത്തു പോയിരിക്കുന്നത്. അത് അലമാറ ചാവി ഉപയോഗിച്ച് തുറന്നിരിക്കുക. ഈ ചാവി ആ ഉറങ്ങുന്ന വീട്ടുകാരുടെ തലയണയ്ക്ക് അടിയിലായിരുന്നു അവർ ഉറക്കത്തിൽ വെച്ചിരുന്നത്. അപ്പോൾ അത് കേസിൽ നമുക്ക് സംശയമായി, ഇതിപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ ഉറങ്ങുന്ന ആളുകളുടെ തലയണയ്ക്ക് അടിയിലിരിക്കുന്ന, തലയണയുടെ അടിയിലിരിക്കുന്ന ചാവി എടുത്തു കൊണ്ടുപോയി അലമാറ തുറക്കണമെങ്കിൽ അത് അറിയുന്ന ആളായിരിക്കണ്ടേ, ചാവി അവിടെ വയ്ക്കുന്നത് അറിയുന്ന ആളായിരിക്കണ്ടേ, അവർ ഉറക്കത്തിൽ നിന്ന് എടുത്തിട്ട് പോകുമ്പോൾ അവരെ പരിചയമുള്ള ആളായിരിക്കും. അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ വന്നു. എന്തായാലും കുറേ ദിവസം അന്വേഷിച്ചു, യാതൊരു രക്ഷയില്ല. പക്ഷേ അവിടുന്ന് പ്രിൻ്റ് കിട്ടി, ഫിംഗർ പ്രിൻ്റ് കിട്ടി. ആ ഫിംഗർ പ്രിൻറ്റിനെ കേന്ദ്രീകരിച്ച് അതിൻ്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫിംഗർ പ്രിൻറ്റ് ട്രേസായി വന്നത്. അത് ട്രേസായി വന്നപ്പോൾ അന്നത്തെ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് എക്സ്പെർട്ട് പഴയന്നൂർക്കാരനാണ്, ആൾ എന്നോട് വിളിച്ച് പറഞ്ഞു, അഷ്റഫേ നമ്മുടെ പാമ്പാടിയിലത്തെ ഫിംഗർ പ്രിൻറ്റ് ട്രേസ് ആയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ചെക്കൻ തന്നെ മറ്റേ സായിബ് തന്നെയാണ് എന്ന് പറഞ്ഞു.
അത് സുലൈമാനോ? സുലൈമാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. നമ്മുടെ ആ ഫിംഗർ പ്രിൻ്റ് എക്സ്പെർട്ട് മരിച്ചു പോയിട്ട് പാവം. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞു. ശരി സാർ, ഞാൻ സാറോട് പറഞ്ഞു, സാറേ ഫിംഗർ പ്രിൻ്റ് റിസൾട്ട് വന്നിട്ടുണ്ട്, എൻ്റെ കമ്പാരിസൺ വന്നിട്ടുണ്ട്, നമ്പർ സുലൈമാൻ അത്രേ എന്ന് പറഞ്ഞു. അയ്യോ അഷ്റഫ്, നമുക്ക് പിടിക്കണ്ടേ, അന്വേഷിക്കണം, നീ അന്ന് പറഞ്ഞ ഇൻഫർമേഷൻ പ്രകാരം നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞു. DYSP തോമസ് സാറാണ് അന്ന്. തോമസ് സാറിനോട് വിവരം പറഞ്ഞു. DYSP അങ്ങനെ ചാലക്കുടി സ്ക്വാഡിലുള്ള റാഫി ടീമൊക്കെ അന്ന് ചെന്നൈക്ക് ഒരു അന്വേഷണത്തിന് പോകുന്നുണ്ടായിരുന്നു, കുറവാസിനെ അന്വേഷിച്ച് പോയിട്ട്. അപ്പോൾ തോമസ് സാർ പറഞ്ഞു, നീ അവർ പോകുന്നുണ്ട് അഷ്റഫ്, അവരുടെ കൂടെ പൊക്കോ, എന്നിട്ട് ഇവനെയും കൂടി അതിൻ്റെ കൂടെ അന്വേഷിക്കുക എന്ന് പറഞ്ഞു. ശരി സാറെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വണ്ടിയിൽ ഞാൻ റാഫി മറ്റേ സുനിൽ ടീമിൻ്റെ കൂടെയൊക്കെ ഞാനും ചെന്നൈക്ക് പോയി. പോണ്ടിച്ചേരി ഭാഗം, കടലൂർ ഭാഗങ്ങളിലേക്ക് പോയി. അവർ കുറവാസിനെ പിടിക്കാൻ ഉള്ള ഒരു ടീമായിട്ട് ഒരു കേസുമായി ബന്ധപ്പെട്ട് അവർ പോകുന്ന. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനും പോയി, രണ്ടും കൂടി ഒരുമിച്ച് അന്വേഷിച്ചു. അങ്ങനെ അവരുടെ ടീമിനെ ആദ്യം പിടിച്ചു, ഒരു ഗ്രാമത്തിൽ നിന്ന് കുറവാകെ പിടിച്ചു. അതിന് പിടിച്ച് വണ്ടി കയറ്റി അവൻ്റെ റിക്കവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ പിന്നെ ഈ സുലൈമാനുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നതിന്, ആളെ അന്വേഷിക്കുന്നതിന് അവരുടെ ഈ തമിഴത്തി സ്ത്രീയുടെ ഭാഗത്തേക്ക്, വീടിൻ്റെ ഭാഗത്തേക്ക് പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. ഇവൻ്റെ ഈ തമിഴത്തി എന്ന് പറഞ്ഞ അവരുടെ അമ്മയും അതിൻ്റെ മകനും മാത്രമേ ഉള്ളൂ. ഈ തമിഴത്തിലെ മകനും അതിൻ്റെ തമിഴത്തിലെ അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ തമിഴത്തിലെ മകനോട് പറഞ്ഞു വണ്ടി കയറി, എന്നിട്ട് അവനെ അവിടെ നിന്ന് കയറ്റി. തമിഴത്തിലെ മകൻ എന്ന് പറഞ്ഞാൽ 10-25 വയസ്സുണ്ട് കേട്ടോ. അന്ന് അവനെ വണ്ടി കയറ്റി അമ്മ എവിടെയുള്ളതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അമ്മ എവിടെയെന്ന് കണ്ടാലെയാണ് സുലൈമാൻ എവിടെയെന്ന് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ അവനെയും വണ്ടി കയറ്റിയിട്ട് നേരെ അവിടെ നിന്ന് 4 നാളോ 5 നാളായിട്ട് നമ്മൾ തിരിച്ച് പഴയ കുന്നോളത്ത് വന്നു. ഇയാളെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തു, വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് അമ്മ പെരിന്തൽമണ്ണ ഭാഗത്താണ് താമസിക്കുന്നതെന്ന് മനസ്സിലായത്. ഉടനായിട്ട് ഇവനായിട്ട് ഞങ്ങൾ പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ നിന്ന് എസ്കേപ്പ് ആയിരിക്കണം ആ സ്ത്രീ. കാരണം അന്ന് രാത്രി തന്നെ ഈ അവളുടെ അമ്മ തമിഴ്നാട്ടിൽ നിന്ന് നേരെ പെരിന്തൽമണ്ണയിൽ വന്ന് ഇവളോട് വിവരം പറഞ്ഞ് ഇവളങ്ങനെ എസ്കേപ്പായിപ്പോയി. അപ്പോൾ ഇവന് നമ്മൾ മകനെയും പിടിച്ചു കൊടുക്കുന്ന മകനെ അവരെ വിട്ടു, അവൻ പൂക്കള പറഞ്ഞു, അവനെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഇവളെ കണ്ടെത്താൻ പറ്റിയില്ല, അവളെയും കിട്ടും, സുലൈമാനെയും കിട്ടിയില്ല. സുലൈമാൻ ഇവളുടെ കൂടെയാണെന്നാണ് നമ്മുടെ ഒരു നിഗമനം. കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ പോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു 1-2 മാസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ പുതിയ സർക്കിൾ ഇൻസ്പെക്ടർ വന്നു, ശശിധര സാറ്. ആ അന്വേഷണം അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളൊരു റിക്കവറി കഴിഞ്ഞ് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരിക. അപ്പോഴേക്കും എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി, ഈ സ്ത്രീ വീണ്ടും പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം ഭാഗത്ത് വേറെ സ്ഥലത്ത് താമസിക്കുന്നുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ ഇതുപോലെ കിട്ടി. അങ്ങനെ ഇൻഫർമെൻറ്റുകൾ ഇങ്ങനെ പരസ്പരം നമുക്ക് കൈമാറുമല്ലോ. ആ ഇൻഫർമേഷൻ കിട്ടിയപ്പോഴാണ് ഞാൻ എനിക്ക് കോഴിക്കോട് നിന്ന് ഇതേമാതിരി ഒരു കളവ് കേസിൻ്റെ റിക്കവറിയുമായി ബന്ധപ്പെട്ടിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ശശിധര സാറോട് ഞാൻ പറഞ്ഞു, സാറേ നമ്മുടെ സുലൈമാൻ്റെ കീപ്പ് ഈ ഭാഗത്ത് എവിടെയോ ഉണ്ട്, നമുക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, നമുക്കിവിടെ നിന്ന് അന്വേഷിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ എന്നാൽ അഷ്റഫ് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് വണ്ടി എനിക്ക് ആ ഒരു മരമില്ലിൻ്റെ അടുത്താണ് എന്നൊരു വിവരം കിട്ടിയിരിക്കുന്നത്. ആ മരമില്ലിൻ്റെ മുന്നിൽ ഞാൻ വണ്ടി പോലീസ് ജീപ്പ് നിർത്തിയിട്ട് ഞാൻ അവിടെ അന്വേഷിക്കുന്നതിന് പുറത്തിറങ്ങിയിട്ട് ആ ഭാഗത്തേക്ക് പോയ രക്ഷയില്ല, കണ്ടില്ല, അങ്ങനെ ഒരു വീട് നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ജനങ്ങൾ ഈ മലപ്പുറം ജില്ലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, പോലീസ് ജീപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഓടി അടുത്തേക്ക് വരും. എന്താ സാർ കാര്യം, എന്താ അവർ സഹായത്തിനും അല്ലാതെയൊക്കെ കാര്യങ്ങൾ നമ്മളോട് പോലീസ് ജീപ്പിൻ്റെ അടുത്തേക്ക് വരും. നമ്മുടെ അവിടെയാണ്, ഞങ്ങളുടെ ഭാഗത്തൊക്കെയാണ് പോലീസ് ജീപ്പിൻ്റെ അടുത്തേക്കൊക്കെ വരാനൊക്കെ ജനങ്ങൾക്ക് മടിയും കാര്യങ്ങളൊക്കെ. അവരൊക്കെ കൂളായിട്ട് വന്ന് സംസാരിക്കും, പോലീസ് സ്റ്റേഷനിലേക്കും കയറി വരും ഇതേമാതിരി തന്നെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ. അപ്പോൾ അതുപോലെ അവർ വന്നു, എന്താ കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ തമിഴത്തി എവിടെയോ താമസിക്കേണ്ടി പറ്റി, കുറേ തമിഴത്തികൾ താമസിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ അന്വേഷിക്കണം, പക്ഷേ അവർ ഒരുപാട് കേസുകളിലൊക്കെ പ്രതിയാണ്. ജനങ്ങളെ വെറുതെ അങ്ങനെ പറഞ്ഞാലേ ജനങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുള്ളൂ. അല്ലാണ്ട് വെറുതെ തമിഴത്തി അന്വേഷിച്ചു എന്ന് പറഞ്ഞാലൊന്നും ആരും വന്ന് സപ്പോർട്ട് ചെയ്യില്ല. ഇങ്ങനെ അപ്പോൾ അതിൽ ഒരുത്തൻ പറഞ്ഞു, സാർ ഈ വണ്ടി ഇവിടെ നിർത്തിയപ്പോൾ ഇതാ തൊട്ട് മേലുള്ള വീട്ടിലെ ഒരു തമിഴത്തി ഇറങ്ങി ഓടിയിട്ടുണ്ട് സാർ, പുറകിലേക്ക് ഓടിയിട്ടുണ്ട് ഞങ്ങൾ എന്നുള്ള വിവരം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ഞങ്ങളൊന്ന് അന്വേഷിച്ച് വരാൻ പറഞ്ഞു. അവർ തന്നെ മോട്ടോർ സൈക്കിൾ എടുത്ത് പോയി ഈ വീടിൻ്റെ പുറകെ ഒരു എസ്റ്റേറ്റ്, അത് തെങ്ങും തോട്ട, ആ തെങ്ങും തോപ്പിൻ്റെ പുറകിലേക്ക് അവർ മോട്ടോർ സൈക്കിളായിട്ട് അതേ ആ വഴിക്ക് പോയി. അവരങ്ങനെ പുറകിൽ ചെന്ന് നോക്കിയപ്പോൾ ഈ സ്ത്രീ റോട്ടിലിറങ്ങി നിൽക്കുക. പോലീസ് വണ്ടി ഇവിടെ കണ്ടപ്പോൾ ഇറങ്ങി ഓടിയതാണ്. നമുക്കറിയില്ല ഇപ്പോൾ എവിടെ താമസിക്കുന്നതെന്ന് അറിയില്ല, നമ്മൾ അന്വേഷിക്കാൻ നിൽക്കില്ല. അപ്പോൾ അവരവിടെ പോയിട്ട് പുറകിൽ മോട്ടോർ സൈക്കിളിൽ പോയിട്ട് ഒരു 1-2 ആളുകൾ പോയിട്ട് ആ സ്ത്രീയെ തടുത്ത് നിർത്തിയിട്ട് ഞങ്ങൾക്ക് ഫോൺ ചെയ്തു, സാർ ഇതാ നമ്മുടെ വെളുത്തിനെ പിടിച്ച് നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ഞങ്ങൾ വേഗം അങ്ങോട്ട് ചെന്നപ്പോൾ ഈ പറഞ്ഞ ഞങ്ങൾ അന്വേഷിച്ച് പോയിട്ടുള്ള ആ തമിഴത്തി സ്ത്രീ തന്നെ. ആ ഓട്ടോറിക്ഷക്കാരോട് കാര്യങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു, സാർ അതിനൊരു പണിയുണ്ട്, ഇവിടുത്തെ തലൈവരെ പോയാൽ ഈ നാട്ടിലുള്ള ഏത് ആളുകളെയും അറിയും, അപ്പോൾ അവരെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ തലൈവർ ചെയ്തു തരും. തലൈവരുടെ വീട് എവിടെ വെച്ചു? തലൈവരുടെ വീട് ഇവിടുന്ന് കുറച്ചങ്ങ് മാറി പോകണം, ഞാൻ കൊണ്ടുപോകാം സാർ, എനിക്ക് വാടക തന്നാൽ മതി. ശരി, ഞാൻ ആ പോലീസുകാരനും കൂടിയിട്ട് ഇതിൽ കയറി നേരെ തലൈവരുടെ വീട്ടിലേക്ക് പോയി.